ഡ്രൈവിംഗ് ടെസ്റ്റ് ശാസ്ത്രീയ പരിഷ്കരണവുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ. അതേസമയം നവീകരണമാകാം, പക്ഷേ തൊഴിലാളി സംഘടനകളുമായി ചർച്ച വേണമെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞത്. ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധം തുടരുന്നതോടെ സർക്കാർ നേരിട്ട് കണ്ടെത്തിയ കേന്ദ്രങ്ങളിൽ ടെസ്റ്റ് നടത്താനാണ് തീരുമാനിച്ചത്. സ്വന്തം വാഹനവുമായി എത്തി ആർക്കും ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാം. എന്നാൽ സ്ലോട്ട് ലഭിച്ചവർ പലരും ഇന്നും എത്തിയില്ല. രാവിലെ ഉദ്യോഗസ്ഥരെത്തി പേര് വിളിച്ചിട്ടും ആരും ഹാജരായില്ല. തിരുവനന്തപുരം മുട്ടത്തറയിലടക്കം ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം ഇന്നും തുടർന്നു. പണ്ട് വീട്ടിലിരുന്ന് വിളിച്ചു പറഞ്ഞാൽ കൊടുക്കുന്ന ലൈസൻസ് ആയിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്താണ് കുട്ടികൾ ലൈസൻസ് എടുക്കുന്നത്. നമ്മൾ ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിനോട് 100% നമ്മൾ യോജിക്കുന്നുണ്ട്. അവർ പറയുന്ന ടെസ്റ്റിംഗ് ഗ്രൗണ്ട് നമ്മൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ അത് ഗവൺമെൻറ് നമുക്ക് തരണം. ഗവൺമെൻറ് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് തന്നിട്ട് വേണം നമ്മൾ അതിൽ ടെസ്റ്റ് നടത്താൻ. പിന്നെ നമ്മൾ തയ്യാറായില്ലെങ്കിൽ മാത്രമേ അവരത് പറയേണ്ടി. അതേസമയം നവീകരണമാകാം, പക്ഷേ തൊഴിലാളി സംഘടനകളുമായി ചർച്ച വേണമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. ഒരു കോൺസെൻസസ് ഉണ്ടാകണം, ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച നടത്തണം. അതിൽ മാതൃകാപരമായൊരു സമീപനം ബഹുമാനപ്പെട്ട മന്ത്രി കാട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു മന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും പെശകൾ പറ്റിയാൽ തിരുത്തുന്നതിനും അദ്ദേഹം തയ്യാറാവും. പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട സംഘടനകളെയും വ്യക്തികളെയും വിളിച്ചു ചേർത്ത് ഒരു ചർച്ച നടത്തി ഒരു ധാരണയിലെത്തുന്നതായിരിക്കും കൂടുതൽ നന്നാകുക. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് സർക്കുലർ പിൻവലിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള സമരക്കാർ ആവശ്യപ്പെടുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.